ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടൈം ട്രാവൽ. അപ്പോൾ നമ്മുടെ ടൈം ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഗോവയിലേക്കാണ് നമ്മുടെ റൈഡ് പോകുന്നത് കേട്ടോ. അതായത് കണ്ണൂർ ടു ഗോവയാണ്. ഓൾമോസ്റ്റ് 500 കിലോമീറ്റേഴ്സ് അബോവ് കവർ ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. ഫ്രണ്ടിൻ്റെ പേര് പ്രശോഭ് എന്നാണ്. അപ്പോൾ പ്രശോഭ് ബ്രോൻ്റെ കൂടെയാണ് നമ്മൾ ഈ റൈഡ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം മാംഗ്ലൂരാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ പോകുന്ന വഴിക്ക്, അതായത് ഗോവ എത്തുന്നവരെ ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വ്ളോഗിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ ഉടുപ്പിയിലാണുള്ളത്. ഉടുപ്പിയിലെ സ്വാദ് ഫാമിലി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു. ഉടുപ്പി റെസ്റ്റോറൻറ്റ് തപ്പി വന്നതാണ്. നോക്കുമ്പോൾ ഉടുപ്പി കിട്ടിയിട്ടില്ല. എന്തായാലും സ്വാദിൽ കയറി നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. വൈസ് അപ്പോൾ ഞാൻ ഇഡ്ലി വട ഡിപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പ്രശോഭ് ബ്രോ പൂരി സാഗു ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇഡ്ലി വട ഡിപ്പ് കുഴപ്പമില്ലായിരുന്നു. പൂരി സാഗു ഒപ്പിക്കാം, പക്ഷേ സാഗുവിന് പകരം നമുക്ക് മസാലക്കറി കിട്ടിയത് കുഴപ്പമില്ല കഴിച്ചു. അപ്പോൾ നമ്മളിതാ സ്വാദിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ആ റൂട്ടാണ് പോകേണ്ടത്. ഈ അറൗണ്ട് 350 കിലോമീറ്റേഴ്സോളം ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉടുപ്പിയിലാണുള്ളത്. നമ്മളിനി നേരെ എവിടത്തേക്കാണ്? ഗോകർണയിലേക്കാണ് അടുത്ത സ്റ്റോപ്പ് കേട്ടോ. ഓക്കെ. ഗൈസ്, അപ്പോൾ നമ്മൾ ആ മറവന്ത ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മളിപ്പം പാസ് ചെയ്ത് പോകുന്നത് നമ്മുടെ NH66 ഹൈവേയിലൂടെയാണ് കേട്ടോ. നല്ല വെയിലാണ്. അപ്പോൾ ഈ NH66 ഈ റൂട്ട് കൊച്ചി കന്യാകുമാരി പനവേൽ ഹൈവേ ആണ് കേട്ടോ. നമ്മുടെ കണ്ണൂർ വഴി പോകുമ്പോൾ കണ്ണൂർ, മാംഗ്ലൂർ, ഗോകർണ, ഗോവ, പിന്നെ മുംബൈയിലോട്ടൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി റോഡാണ്. റോഡ് പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് വെയിലുണ്ടെന്ന് മാത്രം. അത് നമ്മൾ ഡേ ടൈമാണ് റൈഡ്. നല്ല മോർണിംഗ് ആണ് നമ്മൾ അവിടുന്ന് വിട്ടത് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം, തിരിച്ചു വരാം. ഒരു കുഴപ്പമില്ല, നല്ല
ഗൈസ് അപ്പം നമ്മളെ ബാബാസ് ധാബയിൽ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. നമ്മുടെ ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു കഴിച്ചത്. അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ലാത്ത അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പം നമ്മൾ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ഓൾമോസ്റ്റ് 330 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ണൂർ ടു ഹൊന്നവാർ കർണാടക. ബാക്കി ഇനി 100 കിലോമീറ്റേഴ്സോളം ഉണ്ട് നമ്മൾ ഗോവ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പോളം ബീച്ചിലേക്ക് എൻട്രി ചെയ്യേണ്ടെങ്കിൽ 100 കിലോമീറ്റേഴ്സ് ഉണ്ട്. പോളം ബീച്ചാണ് ഫസ്റ്റ് ബീച്ച് വരുന്നത് ഗോവയുടെ. അപ്പം കാർവാറിലേക്ക് 65 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. കാർവാർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പോളം ബീച്ച് എത്തുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് ഓൾമോസ്റ്റ് വേറെ ഒരു 100 to 120 കിലോമീറ്റേഴ്സ് ഉണ്ട് നമ്മുടെ അഞ്ജന വെഗേറ്റർ അവിടത്തേക്കൊക്കെ പോകാനുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിപ്പം മിർജാനൊക്കെ കഴിഞ്ഞിട്ട് ബാർഗി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ബാർഗിയിലൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോവാണ്. ഇനി ഗോകർണയിലേക്ക് വെറും 16 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. ഗൈസ് അപ്പം നമ്മളങ്ങനെ ഗോകർണ ക്രോസ് റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നാണ് ഹൈവേന്ന്, അതായത് നമ്മൾ വന്ന ഹൈവേന്ന് ലെഫ്റ്റ് അടിച്ചിട്ടാണ് ഗോകർണയിലേക്ക് പോകേണ്ടത് കേട്ടോ. ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഗോകർണയിൽ റൂംസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫുൾ ടയേർഡാണ്. അപ്പോൾ നമ്മൾ ഗോവയിലേക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഗൈസ് റൂം കിട്ടാത്ത വിഷമത്തിൽ നമ്മുടെ പ്രശോഭ് ബ്രോ റെസ്റ്റ് എടുക്കുകയാണ്. ഞാനും ഫുൾ ടയേർഡാണ്. കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഗൈസ് അങ്ങനെ അവസാനം നമ്മളങ്ങനെ ഗോവയിലെത്തിയിട്ടുണ്ട്. റൂം എടുത്തിട്ടുള്ളത്. നല്ല ടയർഡാണ്. പ്രശോഭ് ബ്രോ അവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്, ടേക്ക് കെയർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.